ജൂലൈ 25. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനും യോഹന്നാൻ ശ്ലീഹായുടെ ജ്യേഷ്ഠ സഹോദരനുമായ വലിയ യാക്കോബിന്റെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹം യേശുവിൻ്റെ തന്നെ അമ്മ വഴിക്കുള്ള ജ്യേഷ്ഠ സഹോദരനായിട്ട് വരും. യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയായ സലോമിയുടെ പുത്രനാണ് യാക്കോബ് യോഹന്നാനും. അവരുടെ പിതാവായിരുന്നു ആ നാട്ടിലെ പരക്കെ അറിയപ്പെട്ടിരുന്ന മനുഷ്യനായിട്ടുള്ള സെബദി പുത്രന്മാർ എന്ന രീതിയിലാണ് യാക്കോബിനെയും യോഹന്നാനെയും സുവിശേഷത്തിൽ നമ്മൾ കാണുക. സെബദി അക്കാലത്തെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അദ്ദേഹം തന്റെ 2 മക്കളോടുകൂടെ മത്സ്യബന്ധനത്തിലെ ഗാലിലി കടലിൽ ഏർപ്പെട്ടിരുന്ന അവസരത്തിലാണ് യേശു അവരെ കണ്ടുമുട്ടുന്നതും അവരെ തന്റെ ദൗത്യ നിർവഹണത്തിനായി ശിഷ്യന്മാരായി സ്വീകരിക്കുന്നതും. യേശുവിനേക്കാൾ 12 വയസ്സോളം പ്രായം കൂടുതലുള്ളതാണ് വലിയ യാക്കോബ്. യേശുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് വരുമല്ലോ അപ്പോൾ യാക്കോബ്. അതിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി ആയിരിക്കണം അവരുടെ അന്നത്തെ ചിന്തയനുസരിച്ച് തങ്ങളുടെ അനുജനായിട്ടുള്ള യേശു യഹൂദന്മാരുടെ ഇടയിൽ ഒരു പുതിയ ഭരണം സ്ഥാപിക്കുമെന്നും ആ ഭരണത്തിന്റെ അധിപൻ യേശു ആയിരിക്കുമെന്നും എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. ആ ചിന്ത അവർ സജീവമായി നിലനിർത്തിയത് കൊണ്ട് കൂടി ആയിരിക്കണം യാക്കോബും തന്റെ ഇളയ സഹോദരനായ യോഹന്നാനും കൂടി അമ്മയെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് ഒരു ശുപാർശയ്ക്കായിട്ട് പറഞ്ഞുവിടുന്നത്. യേശു രാജാവായിട്ട് തീരുമ്പോൾ ആ രാജ്യത്തിൽ പ്രധാനപ്പെട്ട 2 സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ആ ശുപാർശ. യേശു അതിനുള്ള വ്യവസ്ഥ വെച്ചത് രക്തസാക്ഷിത്വത്തിൽ കുറഞ്ഞ ഒന്നുമല്ല. അതോടുകൂടി യേശു കൂട്ടിച്ചേർക്കുന്നു, അത് പിതാവിന്റെ സംവരണത്തിൽപ്പെട്ടതാണ്. സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ നിശ്ചയിക്കുന്നത് പിതാവിന്റെ ദൗത്യമാണ് എന്നും യേശു അവരോട് വ്യക്തമാക്കുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനമായിരുന്നു ശിഷ്യന്മാരുടെ ഇടയിൽ ഈ സെബദി പുത്രന്മാർക്കായി യേശു കൽപ്പിച്ചു കൊടുത്തത്. യാക്കോബിനെയും യോഹന്നാനെയും പല അവസരങ്ങളിലും പത്രോസിനോടൊപ്പം ഈ 2 സഹോദരന്മാരെ മാത്രമേ യേശു പ്രത്യേകം ക്ഷണിച്ച് തന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ അവസരം നൽകുന്നുള്ളൂ. അത് താബോർ മലയിലായാലും അത് ജായിറൂസിന്റെ മകളെ ഉയർപ്പിക്കുന്ന അവസരത്തിലായാലും അങ്ങനെ പല അവസരങ്ങളിലും ഇവരെ 2 പേരെ മാത്രം പത്രോസിനോടുകൂടെ ശിഷ്യന്മാരിൽ നിന്ന് വിളിക്കുന്നതായിട്ടും ഇവരെ പ്രത്യേകം ആദരിക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. യാക്കോബ് യേശുവിന്റെ ശിഷ്യനായതിനു ശേഷം യേശുവിന്റെ ദർശനങ്ങള്, കാഴ്ചപ്പാടുകള് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും ആ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കാനും അതീവം തീഷ്ണത കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളിലും യാക്കോബ് പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനുശേഷം മതമർദ്ദനത്തിൻ്റെതായിട്ടുള്ള ഒരു ചുറ്റുപാട് നാട്ടിൽ പൊങ്ങി വന്നപ്പോൾ രാജ്യത്തെ ഭരണ അധികാരിയുടെ ആദ്യത്തെ ശ്രദ്ധ യാക്കോബിനെ പിടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനോട് യേശുവിനെ തള്ളിപ്പറയാനും യേശുവിന്റെ പ്രബോധനങ്ങളെ ഉപേക്ഷിക്കാനും ആവശ്യപ്പെട്ടപ്പോൾ ഒരു തരത്തിലും അതിനെ വഴങ്ങാതെ വന്നപ്പോൾ ശിരച്ഛേദനം ചെയ്യുന്നതിനു വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആ അവസരത്തിൽ യാക്കോബ് കാണിച്ച ധീരതയും ഉന്മേഷവും ന്യായാധിപനായിട്ടുള്ള ജഡ്ജിക്ക് പോലും വിസ്മയം തോന്നാൻ ഇടവരത്തക്ക വിധത്തിലുള്ള ആത്മധൈര്യമാണ് യാക്കോബ് മരണത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കാനിട വന്നത്. യാക്കോബിൻ്റെതായിട്ടുള്ള ഈ സാക്ഷ്യം ന്യായാധിപനെ പോലും മനസ്സിനെ അന്തരം വരുത്താൻ സഹായിച്ചു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ അധികാരിയുടെ മുമ്പിൽ ന്യായാധിപൻ പറയുകയാണ്, ഞാനും യേശുവിൻ്റെ ഒരു ശിഷ്യനാണ്. ഇത് കേട്ടപ്പോൾ ഭരണാധികാരികൾ ന്യായാധിപനെയും ശിരച്ഛേദനം നടത്താൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ നാം മനസ്സിലാക്കുന്ന രീതി അനുസരിച്ച്
ക്രിസ്തുവർഷം 64-ാം ആണ്ടിൽ യേശുവിൻ്റെ ഉത്ഥാന തിരുനാള് ആഘോഷിക്കുന്നതിന് തൊട്ടു മുമ്പാണ് യാക്കോബിനെ ശിരച്ഛേദന കുറ്റത്തിനു വേണ്ടി ശിക്ഷിക്കാനിടവന്ന ന്യായാധിപനെയും ഒരേ ദിവസം ഒരേ സമയം ശിരച്ഛേദനം ചെയ്യപ്പെട്ടത് എന്നാണ് ചരിത്രരേഖകളിൽ നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ മരിക്കുന്ന ആ നിമിഷത്തിൽ പോലും മറ്റുള്ളവരുടെ മനസ്സിനെ മഥിക്കത്തക്ക വിധത്തിൽ ജീവിക്കാനിടവന്ന സഭയുടെ ശ്രദ്ധേയനായിട്ടുള്ള സ്ലീഹയാണ് വലിയ യാക്കോബ് എന്ന് അറിയപ്പെടുന്ന ശിഷ്യൻ. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് നമുക്ക് പരസ്പരം മംഗളങ്ങൾ കൈമാറാം.